6 വയസ്സ് പ്രായമുള്ളൊരു കുട്ടി. മാതാപിതാക്കൾ തമ്മിൽ നിരന്തരം വീട്ടിലെ പ്രശ്നങ്ങളാണ്. പലപ്പോഴും ഈ കുട്ടിയെ ചൊല്ലിയാണ്, കുട്ടി ചെയ്ത എന്തെങ്കിലും ഒരു കാര്യത്തെ പറഞ്ഞാണ് ഇവർ വഴക്ക് തുടങ്ങാറ്. പക്ഷെ പിന്നീട് വലിയ വലിയ കാര്യങ്ങളിലേക്ക് ഇത് മാറുകയും ഇവർ തമ്മിൽ നിരന്തരം പ്രശ്നമാവുകയും ചെയ്യുന്നൊരവസ്ഥ. പക്ഷെ എപ്പോഴൊക്കെ ഈ കുട്ടി മൂലം ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നോ, അതിനൊരു കാരണമാകുന്നോ, ഉദാഹരണത്തിന് കുട്ടി അവരുദ്ദേശിച്ചതുപോലെ ഒരു കാര്യം ചെയ്യുന്നില്ല, അത് പേരൻസിന് ദേഷ്യം ഉണ്ടാകുന്നു, പിന്നീട് പരസ്പരം കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നു. ഈ കുട്ടിയെ വളർത്തിയതിൻ്റെ പ്രശ്നമാണ്, നിങ്ങൾ ഓരോരുത്തരും ഒരു ഫാദർ എന്നുള്ള രീതിയിൽ, മദർ എന്നുള്ള രീതിയിൽ അവരവരുടെ ഉത്തരവാദിത്തം ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് പരസ്പരം കലഹിക്കുകയും വലിയ പ്രശ്നത്തിലേക്ക് മാറുകയും കുട്ടിയാണ് എല്ലാ പ്രശ്നത്തിനും കാരണം എന്നുള്ള രീതിയിൽ കുട്ടിയെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന അവസ്ഥ. ഇത് വർഷങ്ങളോളം തുടർന്നു. ഈ കുട്ടി ഇതിങ്ങനെ കേട്ട് കേട്ട് വളരുകയാണ്. മുന്നോട്ടുള്ള ജീവിതത്തിൽ എങ്ങനെയായിരിക്കും ഈ കുട്ടിയുടെ കോൺഫിഡൻസ് എന്ന് നമ്മൾ വളരെയധികം നമ്മൾ ചിന്തിക്കണം. ഈ കുട്ടി എപ്പോഴും സ്വയം കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സ്വയം ചിന്തിക്കുകയും, അതായത് ഉദാഹരണത്തിന് ഈ കുട്ടിയുടെ ഫ്രണ്ട്സ് തമ്മിലൊരു പ്രശ്നം ഉണ്ടാകുന്നു, എങ്ങനെയോ അറിയാതെ എങ്ങനെയോ ഈ കുട്ടി ഒരു കാരണമായി തീരുന്നു. കുട്ടിയുടെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി വളരെ ഫാസ്റ്റായിട്ട് വരുന്നൊരു ചിന്ത എന്തായിരിക്കും? എല്ലാ പ്രശ്നത്തിനും കാരണം ഞാനാണ്. ഇത് നമ്മൾ വളരെ ആലോചിച്ച് കൂട്ടി നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു ചിന്തയല്ല ഇത് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറുപ്പകാലം തൊട്ടേ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില ബിലീഫുകളായി പല കാര്യങ്ങളും മാറിയിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ കേൾക്കുന്ന കുറ്റപ്പെടുത്തലുകളും, നീയാണ് എല്ലാ പ്രശ്നത്തിനും കാരണം, നീ ഉള്ളതാണ് ഇവിടെ ആളുകൾക്ക് സമാധാനമായിട്ടിരിക്കാൻ പറ്റാത്തത് എന്നുള്ള രീതിയിൽ നമ്മളൊക്കെ ഇപ്പോഴും പലപ്പോഴും പലയിടത്തുനിന്നും കേൾക്കാറുണ്ട്. അത് കേൾക്കുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ആ ചിന്ത വരികയാണ്, അപ്പോൾ ഞാനാണ് എല്ലാത്തിനും കാരണം, ഞാൻ വളരെ കുഴപ്പമുള്ള ഒരാളാണ്, ഞാൻ ജീവിച്ചിരുന്നിട്ട് തന്നെ വലിയ കാര്യമില്ല, ആളുകൾക്ക് എല്ലാവർക്കും ഞാനൊരു ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ വളരെ ഫാസ്റ്റായ ആ ഒരു മെമ്മറിയിലേക്ക് നമ്മൾ പോകുന്ന ഒരവസ്ഥ. ഇത് നമ്മൾ പഠിച്ചു വന്നതാണ്. ഇത് ലോജിക്കലായിട്ട് നമ്മൾ ചിന്തിച്ചിട്ടൊന്നുമല്ല. ആരൊക്കെയോ നമ്മളോട് എന്തൊക്കെയോ നമ്മുടെ കുറ്റങ്ങൾ പറഞ്ഞു, അത് നമ്മുടെ മനസ്സിലേക്ക് വളരെ സ്ട്രോങ് ആയ ഒരു വിശ്വാസമായിട്ടത് മാറിക്കഴിഞ്ഞു. ഇനി നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താണ് പ്രശ്നം? നമ്മുടെ സമാധാനത്തിനെ വളരെയധികം ബാധിക്കും. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മളെ തന്നെ സ്വയം കുറ്റപ്പെടുത്താനും ഇനി മുന്നോട്ട് ജീവിക്കേണ്ട എന്ന് പോലും തോന്നുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറും. എങ്ങനെ ഇത് മാറ്റാമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, അന്ന് ലോജിക്കലായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റിയില്ല, നമുക്കത് എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു. മറ്റുള്ളവർ നമ്മളോട് പറയുന്നതാണ് ശരി എന്ന് നമ്മൾ വിശ്വസിച്ചു. എന്നാൽ ഇന്ന് ചിലപ്പോൾ നമുക്ക് 40 വയസ്സുണ്ടായിരിക്കും, അല്ലെങ്കിൽ 60 വയസ്സോ 25 വയസ്സോ എത്രയും ആയിക്കോട്ടെ, ഇപ്പോൾ ലോജിക്കലായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഈ പ്രായത്തിൽ നമുക്ക് എന്ത് ചിന്തിക്കാം? യഥാർത്ഥത്തിൽ ആ ഒരു 5 6 വയസ്സുള്ളൊരു കുട്ടിക്ക് ഒരു വലിയ പ്രശ്നങ്ങൾ വളരെ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കാനോ ഒരു ഫാമിലിയിൽ വലിയ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാനോ പറ്റുമോ? അതോ അറിയാതെ ആലോചിക്കാതെ ആ കുട്ടി ആ പ്രായത്തിൻ്റെ ആ ഒരു ചെറിയ പക്വതയില്ലായ്മയിൽ ചെയ്ത കുറച്ച് കാര്യങ്ങളെ ഇമോഷണലി സ്റ്റേബിൾ അല്ലാത്ത കുറേ ആളുകൾ ഈ കുട്ടിയുടെ മേലെ കുറ്റങ്ങൾ പറഞ്ഞ് വെച്ചതാണോ? ഇത് നമ്മൾ ആലോചിച്ച് നോക്കണം. ഇപ്പം നമ്മൾ ആലോചിക്കുക, യഥാർത്ഥത്തിൽ നമ്മളാണോ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം? അതിൻ്റെ ഉത്തരം നമുക്ക് തന്നെ ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ അറിയാം, അല്ല എന്നായിരിക്കും. പിന്നെ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്? അതിൻ്റെ ഉത്തരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇല്ലായ്മ, അവർക്ക് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിവില്ലാതെ ഇരുന്ന അവസ്ഥ. അപ്പോൾ ഇവർ ഇത്ര നാളും പറഞ്ഞു തന്നത് ശരിയല്ലേ? ഞാൻ ശരിക്കും എങ്ങനെയാണ് ഇങ്ങനെയൊരു വിശ്വാസം എൻ്റെ മനസ്സിൽ കയറിക്കൂടിയത്? അതിൻ്റെ ഉത്തരം എന്താണ്? അവർ പലപ്പോഴും റിപ്പീറ്റഡായിട്ട് എന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞു, ഞാനത് സത്യമാണെന്ന് വിചാരിച്ചൊരു വിശ്വാസമാക്കിയെടുത്തു. അപ്പോൾ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടേ? അതിൻ്റെ ഉത്തരം എങ്ങനെയാണ്? നമ്മുടെ സമാധാനത്തിന് വേണ്ടി നമ്മുടെ നന്മകളിലേക്ക് കുറേ കൂടി ഫോക്കസ് ചെയ്ത് നമ്മുടെ ജീവിതത്തെ പുതിയ രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും പണ്ട് നടന്ന പല കാര്യങ്ങളും ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ അത് ശരിയായിരിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാവും, അത് ശരിയല്ല എന്നുള്ളത്. നമ്മുടേതായ തെറ്റുകളല്ല എന്ന് നമ്മൾ ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്നും നമ്മുടെ ശ്രദ്ധയെ മാറ്റണം. നമ്മളെ മെച്ചപ്പെടുത്തി കൊണ്ടുവരുന്നതിലേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം. ഒരുപാട് നമ്മളോട് തന്നെ സംസാരിക്കണം. ഇതുപോലെ ചോദ്യങ്ങൾ നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കണം. ഒരിക്കലും നമ്മൾ ഈ ഒരു കാര്യത്തിന് ഒരു കാരണക്കാരനോ കാരണക്കാരിയോ അല്ല എന്നുള്ളത് നമ്മൾ തന്നെ മനസ്സിലാക്കണം. കൂടുതൽ സമയം നമ്മളെ കുറ്റപ്പെടുത്തുന്നതിൽ നിന്നും നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യണം. ഇങ്ങനെ ഒരു ഹീലിംഗ് പ്രോസസ്സ് നമുക്കുണ്ടായെങ്കിൽ മാത്രമേ പണ്ടുള്ള ഒരുപാട് നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെട്ട് നമുക്ക് ഒരു ഹീലിംഗ് പ്രോസസ്സ് സാധ്യമാവുള്ളൂ. ഇല്ലെങ്കിൽ എപ്പോഴും നമ്മൾ സഫറിങ്സ് ആയിരിക്കും. ഇല്ലാത്ത കാര്യങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതിനെപ്പറ്റി സങ്കടപ്പെടുകയൊക്കെ ചെയ്തിട്ട് നമുക്ക് സമയം ഒരുപാട് നഷ്ടപ്പെടും.
പുതിയ രീതിയിലേക്ക് നമ്മുടെ ചിന്തകളെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം.